ഹലോ ഗൈസ്, ഇതാണ് എൻ്റെ ലോകം, എൻ്റെ പുസ്തകങ്ങൾ. എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത് ഇവരുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കുമ്പോഴും ഒരുപാട് ബുക്സ് വായിക്കുമ്പോഴെന്നാണ്. ഒത്തിരി ബുക്സ് ഉണ്ട്. ഇതിപ്പോൾ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വീടൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടതാണ് ഇങ്ങനെ. ഇതെല്ലാം ഇനി കാറ്റഗറി ബേസ്ഡ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കണം, അല്ലേ അമ്മേ? ആ, അതാണ്. ഇത് ഇങ്ങനെ വെച്ചില്ലെങ്കിൽ ആദ്യം മോള് ജോലി കഴിഞ്ഞ് ലീവിന് വരുമ്പോ ഇതെല്ലാം ടെറസിന്റെ മേളിൽ കയറ്റോ താന്നേക്കണേ. ഭീഷണിപ്പെടുത്തി. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ട് ഒതുക്കണം. കാണിച്ചുതരാം. പിന്നെ ഇത് കണ്ടോ, ഒരുപാട് ബുക്സ് ഉണ്ട്. ഇംഗ്ലീഷാണ് ഒട്ടുമിക്കതും. പിന്നെ LDC അമ്മീൻ്റെ ബുക്സ് ആണ്. പക്ഷെ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യനൊക്കെ യൂസ്ഫുൾ ആവാറുണ്ട്. പിന്നെ ഭഗവത്ഗീത ഉണ്ട്. പിന്നെ ക്വിസ് ബുക്സ് തന്നെ. പിന്നെ ഒരുപാട് ഇതുപോലത്തെ എൻസൈക്ലോപീഡിയ, അറിവ്, അതിൻ്റെ ബുക്സ്. ഇതൊക്കെ ചേച്ചീൻ്റെ ബുക്കാണ്, ഈ അനാറ്റമീൻ്റെ ബുക്കൊക്കെ. പിന്നെ LSS ഞാൻ എഴുതിയിട്ടുണ്ടായി, സ്കോളർഷിപ്പ് 4ാം ക്ലാസ്സിൽ. അപ്പം അതിൻ്റെ ബേസ് ആയിട്ടുള്ള ബുക്കുണ്ട്. LSS USS കിട്ടിയതാ. ഇനി ഞാൻ വായിക്കുന്ന സീരീസാണ് ഈ ഹൊറിബിൾ സയൻസ് എന്ന് പറഞ്ഞാൽ. ഹൊറിബിൾ സയൻസും ഹൊറിബിൾ ഹിസ്റ്ററീസും എന്ന് വെച്ചാൽ ഈ ഇതെല്ലാം ഫണ്ണായിട്ട് നമുക്ക് പറഞ്ഞു തരും. അത് തന്നെ ഫണ്ണായിട്ടുള്ള രീതിയിൽ വായിക്കാം, എൻ്റർടൈനർ. പിന്നെ ഇത് വാർ ഓഫ് ദി വേർഡ്സ്, ഇത് ഈ കാണുന്നത് അത് H.G. വെൽസിൻ്റെ ഒരു നോവലാണ്. ഇംഗ്ലീഷിലെ ഏറ്റവും ആദ്യത്തെ സയൻസ് ഫിക്ഷൻ എഴുതാനെന്ന് തന്നെ പറയാം. അത് ഞാൻ കുറച്ച് വായിച്ചിട്ടുള്ളൂ, ബാക്കിയും കൂടെ വായിക്കണം. പിന്നെ ഇത് ഒരുപാട് ശാസ്ത്ര പ്രതിഭകളെ കുറിച്ചുള്ള ബുക്ക്, ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചുള്ള ബുക്സ്, അങ്ങനെയൊക്കെയുള്ള ബുക്സാണ് കൂടുതലും. പിന്നെ ഒളിമ്പിയാഡിൻ്റെ ബുക്കുണ്ട്, അറ്റത്തും കാണാം. പിന്നെ ഷെർലക് ഹോംസിൻ്റെ ബുക്ക്, ഐതിഹ്യമാല ഉണ്ട്. പിന്നെ റിക് റിയർഡൻ എഴുതിയ പേഴ്സി ജാക്സൺ. ഇന്ന സീരീസ് പലരും കണ്ടിട്ടുണ്ടാവും. പിന്നെ മൊസാദ്, ഇസ്രായേലി സീക്രട്ട് സർവീസ് ആയിട്ടുള്ള മൊസാദിനെ കുറിച്ചുള്ളൊരു ബുക്ക്. സക്സസ് സീക്രട്സ് എന്ന് പറഞ്ഞ ഒരു ബുക്കുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്, വായിച്ചിട്ടുള്ളതാണ്. പിന്നെ USSൻ്റെ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ബുക്ക്. ചോട്ടില്ല. പിന്നെ പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ്റെ ഒരു ഗ്രാഫിക് നോവല്. അങ്ങനത്തെ ഒരുപാട് ബുക്സ് ഉണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ ജീവിതത്തിൽ കുറിപ്പ്, ജീവിതത്തിലല്ല, ആത്മകഥ. പിന്നെ ടെൽമി വൈൻ്റെ 2 ബുക്കുണ്ട്. പിന്നെ ബീസ്റ്റ് ക്വസ്റ്റ് എന്ന് പറഞ്ഞുള്ളൊരു സീരീസ് ഉണ്ട്, അത് ഞാൻ വായിക്കുന്നുണ്ട്. ആത്മകഥ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് എഴുതുന്ന, ജീവചരിത്രം എന്ന് വെച്ചാൽ വേറൊരാൾ എഴുതുന്നത്. MK സാനു ഒക്കെ ജീവചരിത്രം എഴുതുന്നത് കൂടുതലും. അച്ഛൻ തന്നെ ഐതിഹ്യമാലേ. ഈ ഫാസിസ്റ്റ് വിരുദ്ധ കവിതകൾ, അത് അച്ഛൻ്റെ ഒരു ബുക്കായിരുന്നു. ഇതുപോലെ ഒരുപാട് ബുക്കുണ്ടായിരുന്നു. പേപ്പറിന് വേണ്ടിട്ട് അമ്മ സാധനം എടുക്കാൻ വേണ്ടിട്ട് പേപ്പർ ഇട്ടാൻ വേണ്ടിട്ട്, എന്നിട്ട് ആ പേപ്പർ ഇട്ടിട്ട് അത് അരിച്ചു പേർക്ക് വായിക്കും. ഞാൻ വായിക്കത്തില്ലെങ്കിലും നീ അച്ഛന്റെ പാദം പിന്തുടർന്നു. എനിക്ക് റീഡിങ് ഹാബിറ്റ് നഹി ഹേ. അപ്പോൾ ഇത് കാണുന്ന ഗൈസ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാണ്, നിങ്ങൾ വായിച്ചിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്തേക്ക്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വായിച്ചിട്ട് ഇനി അവിടെ ഇരിക്കണ്ട എന്ന് തോന്നുന്ന ചില ബുക്കൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തരണം. ഓക്കെ.